പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. प्रेरितों के कार्य की पुस्तक 1 अध्याय उसका 8वां आयत. But you shall receive power when the Holy Spirit has come upon you, and you shall be witness to me in Jerusalem and in all Judea and Samaria and to the end of the earth. परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ्य पाओगे और यरूशलेम और सारे यहूदिया और सामरिया में और पृथ्वी की छोर तक मेरे गवाह होगे. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ जब पवित्र आत्मा तुम पर आएगा നിങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. तब तुम सामर्थ को पाते हो. നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുന്നു. आप यरूशलेम में, यहूदिया में, सामरिया में और पृथ्वी के छोर तक मेरे गवाह होगे. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ലാത്തത്? क्यों पवित्र आत्मा के बिना मसीह जीवन संभव नहीं है? ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. मसीही जीवन का नींव जो है वो हमारा प्रभु यीशु मसीह है. ദൈവസഭയുടെ ഫൗണ്ടേഷൻ യേശു കർത്താവാണ്. परमेश्वर की कलीसिया का नींव यीशु मसीह है. യേശു ക്രിസ്തുവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. यीशु मसीह के बिना मसीही जीवन संभव नहीं है. എന്നാൽ ഈ യേശു കർത്താവിനെ നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? लेकिन यीशु मसीह को हमें कैसे प्राप्त होता है? യേശു കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ കാണിച്ചു തന്ന മാതൃക എന്താണ്? ये यीशु मसीह ने हमें इस पृथ्वी पर दिखाया हुआ आदर्श क्या है? എബ്രായർ 3:1 പറയുന്നു, അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. इसलिए इब्रानियों 3:1 में लिखा है कि हे स्वर्गीय बुलाहट के भागीदारों, हमारे उस श्रेष्ठ महायाजक की ओर, उस यीशु की ओर आप ध्यान से देखें. എബ്രായർ 12:1 പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. इब्रानियों 12:1 में लिखा है, विश्वास का कर्ता और सिद्ध करने वाले प्रभु की ओर ताक कर अपने दौड़ को पूरा करें. എല്ലാവരും വായി തുറന്ന് പറഞ്ഞ് യേശുവിനെ നോക്കുക. सब लोग मुंह खोलकर बोले, यीशु की ओर देखना, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. यीशु की ओर ताकना. പൗലോസ് 2 കാര്യങ്ങൾ പറയുന്നു. पौलुस 2 बातें बोलता है. യേശുവിനെ നോക്കുവാൻ പറയുന്നു, यीशु को देखने के लिए कहता है, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ പറയുന്നു. और यीशु को ताकने के लिए बोलता है. നിങ്ങൾ യേശുവിനെ നോക്കിയാൽ, आप अगर यीशु को देखते हैं നിങ്ങൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, और अगर आप यीशु को ताक कर देखते हैं, ക്രിസ്തീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന് എത്രത്തോളം പ്രാധാന്യതയുണ്ടെന്ന് പുത്രൻ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നു. तो मसीही जीवन में पवित्र आत्मा की कितनी महत्वपूर्णता है वो पुत्र इस पृथ्वी पर प्रकट करता है. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. लूका 3:21 में लिखा है कि जो जन है वो बपतिस्मा ले रहे थे, तब यीशु ने बपतिस्मा लिया और आकाश खुल गया. तब सब लोग प्रार्थना कर रहे थे. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. तो पवित्र आत्मा कबूतर के नाई उसके ऊपर उतर के आया. വിശുദ്ധ ബൈബിൾ പറയുന്നു, പരിശുദ്ധാത്മാവ് തന്റെ മേൽ ഇറങ്ങി വന്നതിന് ശേഷം അവൻ തന്റെ പ്രവൃത്തികൾ ആരംഭിച്ചു. और पवित्र शास्त्र कहता है, पवित्र आत्मा उसमें आने के बाद उसने अपने सेवकाई का आरंभ किया. യേശു കർത്താവ് തന്റെ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. यीशु मसीह ने अपने कार्यों को आरंभ करने से पहले पवित्र आत्मा को स्वीकार किया. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്നു, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. और लूका 4:1 में लिखा है, फिर यीशु पवित्र आत्मा से भरा हुआ यरदन से लौटा और 40 दिन तक आत्मा के सिखाने से जंगल में फिरता रहा. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. पवित्र आत्मा यीशु के ऊपर आया. ലൂക്കോസ് 3, लूका 3 ലൂക്കോസ് 4, और लूका 4 യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. यीशु पवित्र आत्मा से भरा हुआ. ലൂക്കോസ് 4-ന്റെ 14-ാമത്തെ വാക്യം, और लूका 4 का 14वीं आयत, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. यीशु आत्मा की सामर्थ से गलील को लौटा. അവന്റെ സ്തുതി ചുറ്റുമുള്ള നാടൊക്കെയും പരന്നു. और उसकी चर्चा आसपास के सारे देश में फैल गई. ലൂക്കോസ് 4-ന്റെ 18 വരുമ്പോൾ, लूका 4 के 18 में जब आते हैं, ഇതാ യേശു കർത്താവ് ഒരു പള്ളിയിൽ പ്രസംഗിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുന്നു. यहाँ पे यीशु मसीह एक आराधनालय में प्रचार करने के लिए खड़े हैं. പുസ്തക ചുരുളുകൾ അവൻ നിവർത്തുന്നു. वहाँ पे वो किताब को खोल रहा है. എന്നിട്ട് യേശു പ്രഖ്യാപിക്കുകയാണ്, फिर यीशु घोषणा कर रहा है, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ
അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. कंगालों को सुसमाचार सुनाने के लिए प्रभु ने मुझे अभिषेक किया है, इसलिए प्रभु की आत्मा मुझ पर है. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ, പീഡിതരെ വിടുവിച്ചയക്കുവാൻ. उसने मुझे इसलिए भेजा है कि बंदियों को छुटकारे का और अंधों को दृष्टि का और कैदियों को आजादी का सुसमाचार सुनाऊं. ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നു. बाइबल कहता है पवित्र आत्मा यीशु के ऊपर आया. ബൈബിൾ പറയുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. बाइबल कहता है यीशु पवित्र आत्मा से भर गया. സാത്താന്റെ പരീക്ഷകളെ ജയിച്ച് യേശു പരിശുദ്ധാത്മ ശക്തിയോടെ പുറപ്പെട്ടു. शैतान की परीक्षा को जीतने के बाद यीशु पवित्र आत्मा की सामर्थ के साथ लौटा ദേവാലയത്തിൽ ചെന്നു നിന്നു. और आराधनालय में जाकर खड़ा हो गया പുസ്തകച്ചുരുൾ കരങ്ങളിൽ എടുത്തു. और वचन को अपने हाथों में लिया. എന്നിട്ട് യേശു പറയുകയാണ്, फिर यीशु कह रहे हैं ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ कंगालों को सुसमाचार सुनाने के लिए കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. प्रभु ने मेरा अभिषेक किया है. എന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്തത്? किस लिए परमेश्वर ने आपका अभिषेक किया है? എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നത്? क्यों पवित्र आत्मा आपके ऊपर आया है? സുവിശേഷം അറിയിപ്പാൻ, सुसमाचार सुनाने, സുവിശേഷം പ്രസംഗിക്കുവാൻ. सुसमाचार प्रचार करने. എത്ര പേർക്ക് വ്യക്തിപരമായി പറയാൻ കഴിയും ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ച വ്യക്തിയെന്ന്? आज दिन में यहाँ पर बैठे कितने लोग व्यक्तिगत रूप से बोल सकते हैं मैंने पवित्र आत्मा की सामर्थ को व्यक्तिगत रूप से अनुभव किया है? പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നത് കേവലം കൈയടിപ്പിക്കാനല്ല. पवित्र आत्मा आप में सिर्फ ताली बजवाने के लिए नहीं आया है. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നത് കേവലം ചാടുവാൻ മാത്രമല്ല. पवित्र आत्मा सिर्फ आपके अंदर कूदने के लिए नहीं आया है. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതിന്റെ പിറകിൽ സ്വർഗ്ഗത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. पवित्र आत्मा आपके अंदर आने के पीछे स्वर्ग का बड़ा उद्देश्य है. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നതിന്റെ പിറകിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. पवित्र आत्मा आपके अंदर आने के पीछे स्वर्ग का बड़ा उद्देश्य है. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് സുവിശേഷം പ്രസംഗിക്കുക. उसके अंदर का सबसे बड़ा उद्देश्य है सुसमाचार प्रचार करना. ക്രൂശിതനായ കർത്താവിനെ ഉയർത്തുക. क्रूस से तो उस प्रभु को ऊंचा उठाना. നിങ്ങൾ എത്ര പേർ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നുണ്ട്? आप में से कितने लोग एक दूसरे से सुसमाचार को सुनाते हैं? എത്ര പേർ മറ്റുള്ളവരോട് യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്? कितने लोग अन्य लोगों से यीशु के प्रेम के बारे में बोलते हैं? Christianity is not a religion. मसीहत एक धर्म नहीं है. Christianity is a relationship. मसीहत एक रिश्ता है. The relationship with Jesus. यीशु के साथ का रिश्ता. Christianity is a revelation. मसीहत एक प्रकाशन है. Christianity is a revelation about Jesus Christ. मसीहत यीशु मसीह के बारे में प्रकाशन है. Holy Spirit is the revealer. पवित्र आत्मा प्रकट करने वाला है. He reveals about Lord Jesus वो Christ. प्रभु यीशु मसीह के बारे में प्रकट करता है. The Holy Spirit is a very good professor. पवित्र आत्मा एक बहुत अच्छा सिखाने वाला प्रोफेसर है. But he will teach only one subject. That subject is about Jesus Christ. लेकिन वो एक विषय सिखाता है और वो विषय यीशु मसीह के बारे में है. How many people received Jesus in your life? कितने लोग यीशु मसीह को अपने जीवन में स्वीकार करते हैं? How many people get the Jesus in your life? कितने लोग को यीशु मसीह अपने जीवन में चाहिए? I say to you, you are blessed people. मैं आपसे कहता हूँ आप आशीषित लोग हैं. Amen. आमेन. Glory to God. प्रभु की महिमा हो. സുവിശേഷം അറിയിപ്പാൻ सुसमाचार सुनाने അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. उसकी आत्मा मुझ पर है. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൈകൾ ഉയർത്തി. कॉलेज में पढ़ने वाले बच्चे हाथों को उठाएं. സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കൈകൾ ഉയർത്തി. स्कूल में पढ़ने वाले बच्चे हाथों को उठाएं. നിങ്ങളുടെ സുഹൃത്തുക്കളോട് സുവിശേഷം അറിയിക്കുക. अपने दोस्तों से सुसमाचार को सुनाएं. യേശുവിനെ സ്വീകരിച്ച എത്ര പേരുണ്ട്? यीशु को स्वीकार करने वाले कितने लोग हैं? യേശുവിനെ കിട്ടിയ എത്ര പേരുണ്ട്? यीशु को पाने वाले कितने लोग हैं? സിസ്റ്റർ, യേശുവിനെ കിട്ടിയ എത്ര പേരുണ്ട്? कितने लोग हैं जिनको यीशु मिला है? അടുത്തിരിക്കുന്ന ആളോട് പറയുക, കിട്ടിയ യേശുവിനെ കൊടുക്കുക. पड़ोसी को बोलो कि जो यीशु आपको मिला है उससे दूसरों को दे. കൊടുക്കുക, उसे देना है. കൊടുക്കുക. दूसरों को देना है. ഞാൻ ആത്മാവിൽ ഇങ്ങനെ കർത്താവിനോട് പറയുന്നു, आत्मा में प्रभु मुझसे ऐसा बोलता है. ഇനി വിശ്വാസികൾ സഭയിലോട്ട് ഇടിച്ചു കയറുന്ന ഒരു കാലം കഴിയുകയാണ്. अब विश्वासी लोग धक्के मार के कलीसिया में आने वाला समय खत्म. സുവിശേഷകർ പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു സീസൺ വരികയാണ്. सुसमाचारक लोग बाहर जाने वाला मौसम आ गया है. ഒരു വലിയ ഹാർവസ്റ്റിന്റെ സീസൺ കർത്താവ് തുറക്കുന്നു. एक बड़े कटनी का मौसम प्रभु खोल रहा है. യേശുവിന്റെ മേളിൽ പരിശുദ്ധാത്മാവ് വന്നു. यीशु के ऊपर पवित्र आत्मा आया. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞതിന് ശേഷമാണ്
പരിശുദ്ധാത്മ ശക്തിയോടെയാണ് ശുശ്രൂഷ ആരംഭിച്ചത്. यीशु पवित्र आत्मा से भरने के बाद पवित्र आत्मा के सामर्थ्य के साथ उसने सेवकाई की शुरुआत की. പരിശുദ്ധാത്മാവിനെ കൂടാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. और पवित्र आत्मा के बिना मसीह जीवन संभव नहीं है. പരിശുദ്ധാത്മാവിനെ കൂടാതെ മിനിസ്ട്രി സാധ്യമല്ല. पवित्र आत्मा के बिना सेवकाई संभव नहीं है. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു ഭാഗമുണ്ട് ബൈബിളിൽ. मुझे बहुत ही सोच दिलाने वाला एक हिस्सा है बाइबल में. അത് മത്തായി 12:28 വാക്യമാണ്. वो मत्ती 12 का 28वां आयत है. യേശു കർത്താവ് കബർനഹൂമിൽ ഒരു ദേവാലയത്തിൽ പ്രസംഗിക്കുമ്പോൾ यीशु मसीह जब कफरनहूम के आराधनालय में प्रचार कर रहे थे, അവിടെ ഒരു വ്യക്തിയുടെ അശുദ്ധാത്മാവ് പുറത്തു വന്നു. वहां पे एक व्यक्ति में से दुष्ट आत्मा बाहर आया ആ അശുദ്ധാത്മാവ് അവനെ വിട്ടുമാറി. और वो दुष्ट आत्मा उससे हट गया. പള്ളിയിലുള്ളവർ മുഴുവൻ പറഞ്ഞു, ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. आराधनालय के सभी लोगों ने बोला कि ये जो दुष्ट आत्माओं का सरदार है बेलजबूल से निकालता है दुष्ट आत्मा को. പക്ഷേ യേശു പറഞ്ഞ വാക്കെന്നറിയോ? लेकिन यीशु ने क्या कहा आपको पता है? ദൈവാത്മാവിനാൽ प्रभु के आत्मा के द्वारा ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ अगर मैं दुष्ट आत्मा को बाहर निकालता हूँ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. तो परमेश्वर का राज्य आपके समीप आ गया है. ദൈവാത്മാവിനാൽ परमेश्वर की आत्मा के द्वारा ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ. मैं अगर दुष्ट आत्मा को निकालता हूँ, My beloved brothers and sisters, listen to me. मेरे प्रिय भाइयों बहनों मुझे सुने, യേശുവിന് ഭൂതങ്ങളെ പുറത്താക്കാൻ यीशु को दुष्ट आत्मा को बाहर निकालने ദൈവാത്മാവിനെ വേണമായിരുന്നെങ്കിൽ, परमेश्वर की आत्मा की अगर जरूरत थी, യേശുവിന് സുവിശേഷം പ്രസംഗിക്കുവാൻ यीशु को सुसमाचार प्रचार करने അഭിഷേകം വേണമായിരുന്നെങ്കിൽ, अगर अभिषेक की जरूरत थी, വീണ്ടും ഞാൻ പറയുന്നു, फिर से मैं कहता हूँ, യേശുവിന് ഭൂതത്തെ പുറത്താക്കുവാൻ यीशु को दुष्ट आत्मा को निकालने ദൈവാത്മാവിനെ വേണമായിരുന്നെങ്കിൽ, परमेश्वर की आत्मा की अगर जरूरत थी, യേശുവിന് സുവിശേഷം പ്രഖ്യാപിക്കുവാൻ, यीशु को सुसमाचार सुनाने, അന്ധന്റെ കണ്ണ് തുറക്കുവാൻ, अंधों को दृष्टि देने, ചെകിടന്റെ ചെവി കേൾപ്പിക്കുവാൻ बहरों को कान सुनाने അഭിഷേകം अगर വേണമായിരുന്നെങ്കിൽ, अभिषेक की जरूरत थी, നിങ്ങൾക്ക് എത്രയധികം, तो आपको कितना अधिक, എനിക്ക് എത്രയധികം. मुझे कितना अधिक. ഞാൻ വീണ്ടും പറയുന്നു, मैं फिर से कहता हूँ, അവൻ സകലത്തിലും നമുക്ക് മാതൃകയായി. वो सब में हमारे लिए एक आदर्श है. നിങ്ങൾ യേശുവിനെ നോക്കിയാൽ आप अगर यीशु को देखेंगे, പരിശുദ്ധാത്മാവിന് ക്രിസ്തീയ ജീവിതത്തിൽ എത്ര പ്രാധാന്യതയുണ്ടെന്ന് യേശു तो വ്യക്തമാക്കുകയാണ്. पवित्र आत्मा की मसीह जीवन में कितनी महत्वपूर्णता है, ये बात यीशु स्पष्ट करता है. യേശു മാത്രമല്ല പരിശുദ്ധാത്മാവിന് പ്രാധാന്യത കൊടുത്തത്. सिर्फ यीशु ही पवित्र आत्मा को महत्वपूर्णता नहीं देता. തന്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നു, उसके चेलों से भी प्रभु ने बोला, ലൂക്കോസ് 24 വരുമ്പോൾ लूका 24 के अध्याय में जब हम आएंगे, അതിന്റെ 49 വാക്യത്തിൽ ശിഷ്യന്മാരോട് പറയുകയാണ്, उसके 41वें आयत में चेलों से कहता है, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. मेरे पिता ने जो वायदा किया है उसे मैं आपके ऊपर भेजूंगा. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവിൻ എന്ന് പറഞ്ഞു. जब तक तुम उस स्वर्ग से सामर्थ को नहीं प्राप्त करते तब तक शहर में ही बने रहो. ശിഷ്യന്മാരോട് പറയുകയാണ്, चेलों से कह रहे हैं, നിങ്ങൾ ഉയരത്തിലുള്ള ശക്തി പ്രാപിക്കണം. ऊपर से जब तक सामर्थ को पाना है. Can you please say that word here? Power from on high. क्या आप बोल सकते हैं ऊपर से सामर्थ? നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. आपको ऊपर से सामर्थ को पाना है. യേശു ഇതാരോടാണ് പറയുന്നത്? यीशु ने किसको बोला है ये? ശിഷ്യന്മാരോട്. चेलों से बोला है. എന്തിന്? क्यों? ആരാണ് ശിഷ്യന്മാർ? कौन है चेले लोग? ലൂക്കോസ് 9 പറയുന്നു, അവൻ 12 വരെ തന്റെ അടുക്കൽ വിളിച്ചു. लूका 9 में लिखा है कि उसने 12 को अपने पास बुलाया. സകലവിധ വ്യാധിയും ദീനവും പൊറുപ്പിക്കുവാൻ ശക്തിയും അധികാരവും കൊടുത്തു. हर एक प्रकार की बीमारियों को चंगा करने के लिए उनको सामर्थ और अधिकार दिया. യേശു കർത്താവ് ഓർഡൈൻ ചെയ്തവരാണ് ശിഷ്യന്മാർ. यीशु मसीह ने नियुक्त किया है चेलों को. യേശു ക്രിസ്തുവിന്റെ കൂടെ നടന്നവരാണ് ശിഷ്യന്മാർ. यीशु मसीह के साथ चलने वाले हैं चेले. സാക്ഷാൽ ദൈവപുത്രന്റെ കൂടെ, तो बिल्कुल वास्तव में परमेश्वर के पुत्र के साथ, യേശു ക്രിസ്തുവിന്റെ കൂടെ यीशु मसीह के साथ 3.5 വർഷം ജീവിച്ചവരെ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവരെ, ഒന്നിച്ച് നടന്നവരെ ഒന്നോർക്കുക. 3.5 साल मिलकर जीने वाले, मिलकर खाने वाले, मिलकर चलने वाले, उनके बारे में सोचकर देखें. യേശു അത്ഭുതം ചെയ്യുന്നത് ഇതുപോലെ കണ്ടൊരു തലമുറ ഉലകത്തിലുണ്ടോ? यीशु ने अद्भुत किया हुआ ऐसे देखने वाली पीढ़ी क्या इस पूरे पृथ्वी पर है?
മോശയൊന്നും അത്രയും അത്ഭുതം കണ്ടിട്ടില്ല. मूसा ने भी इतने चमत्कार नहीं देखे. ശിഷ്യന്മാര് കണ്ടതിന്റെ അത്രയും അത്ഭുതം ആരും കണ്ടിട്ടില്ല. चेलों ने जितना चमत्कार देखा इतना किसी ने भी नहीं देखा है. അന്ധന്റെ കണ്ണ് തുറക്കുന്നത് ലൈവായിട്ട് കാണുകയാ. अंधों को दृष्टि मिलते हुए बिल्कुल लाइव सामने सामने देख रहे हैं. മരിച്ചുപോയി 4 ദിവസമായി കല്ലറയ്ക്കകത്തിരിക്കുന്ന ഒരു ബോഡി അതിന്റെ പേര് വിളിച്ച് ലാസറേ പുറത്തു വാ എന്ന് പറഞ്ഞപ്പോൾ മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് നടന്നു വരുന്നത് ലൈവായിട്ട് കൂടെ നിന്ന് കാണുകയാ. एक मरा हुआ शव शरीर 4 दिन से वो कब्र में रखा हुआ है. उसको नाम पुकार के हे लाजर बाहर आ बोला तो मरा हुआ शरीर बाहर आ रहा है. वो खुद आमने सामने देखते हैं. കൂനയായ സ്ത്രീ നിവരുന്നത് ഒപ്പം നിന്ന് കാണുകയാ. कुबड़ी स्त्री जो है वो सीधी हो रही है. बिल्कुल साथ साथ में खड़े होकर देख रहे हैं. പച്ചവെള്ളം വീഞ്ഞാകുന്നതും 5 അപ്പവും 2 മീനും വർദ്ധിക്കുന്നതും കുഷ്ഠരോഗി ശുദ്ധമാകുന്നതും കൂടെ നിന്ന് കാണുകയാ. पानी दाखरस बनते हुए और 5 रोटी से हजारों लोग को खिलाने वाला है. और जो कोड़ की बीमारी वो चंगे होते हैं बिल्कुल सामने सामने देख रहे हैं. അവരെ പോലെ അത്ഭുതം കണ്ടവർ ആരുണ്ട്? उनके जैसे चमत्कार देखने वाला कौन है? ഒന്നവർ യേശുക്രിസ്തുവിനാൽ നേരിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടവർ. पहले वो यीशु मसीह के द्वारा बिल्कुल सीधे सीधे नियुक्त गए लोग हैं. രണ്ട് അവർ യേശുവിന്റെ കൂടെ നടന്ന സൂപ്പർ നാച്ചുറൽ മിറക്കിളുകൾ കണ്ടവർ. दूसरे वो यीशु मसीह के साथ चलते चलते अलौकिक चमत्कार को देखने वाले लोग हैं. ഇനി എന്തിനാണ് ഇവരോട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയുന്നത്? अब क्यों इनको पवित्र आत्मा को प्राप्त करने के लिए बोल रहे हैं? ഇവരോട് എന്തിനാണ് ഇനി ഉയരത്തിലെ ശക്തി പ്രാപിക്കാൻ പറയുന്നത്? इनसे क्यों बोल रहे हैं कि ऊपर की सामर्थ्य के लिए प्राप्त करने के लिए इंतजार करो? യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പലതവണ അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷമായി. यीशु जी उठने के बाद कई बार इन प्रेरितों को प्रकट हुए हैं. പിന്നെ എന്തിനാണ് ഇനി ഉയരത്തിലെ ശക്തി? फिर अब क्यों ऊपर से सामर्थ पाना है? What is the reason? क्या कारण है? ശിഷ്യന്മാർക്ക് ലഭിച്ച ഓർഡിനേഷനോ जो चेलों को मिला हुआ नियुक्ति है, ശിഷ്യന്മാർ കണ്ട സൂപ്പർ നാച്ചുറൽ മിറക്കിളുകളോ चेलों को मिला हुआ वो देखा हुआ अलौकिक चमत्कार അവരുടെ ജീവിതത്തിന് ഒരു മാറ്റവും വരുത്തിയില്ല. उनके जीवन में कोई परिवर्तन लेकर नहीं आया. അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുത്തിയില്ല. उनके स्वभाव में कोई परिवर्तन नहीं लाया. പത്രോസ് കടലിന്റെ മേളിൽ കൂടെ നടക്കുന്ന മിനിസ്ട്രി ഉള്ള ആളാണ്. पतरस जो है समुद्र के ऊपर चलने वाली सेवकाई रखता है. പക്ഷേ ശത്രുക്കളെ കണ്ടാൽ ശമരിയെ കണ്ടാൽ പത്രോസ് പറയുന്നു കർത്താവേ തീ ഇറക്കി അവരെ അങ്ങ് കത്തിച്ചു കളയാം. लेकिन शत्रु और सामरियों को देखकर बोलते हैं कि प्रभु हम इनको आग स्वर्ग से निकाल के इनको जला देते हैं. പത്രോസും യാക്കോബും ശിഷ്യന്മാരും ഭയങ്കരമായ നിലകളിൽ അത്ഭുതങ്ങൾ കണ്ട് കൈയടിച്ചവരാണ്. पतरस याकूब और चेले लोग बहुत भयंकर तरीके से चमत्कारों को देखकर ताली बजाने वाले लोग हैं. പക്ഷേ ഗെത്ശമന തോട്ടത്തിൽ അവരെല്ലാം പേടിച്ച് ഭയന്ന് ഓടിക്കളഞ്ഞവരാണ്. लेकिन गेत्सेमने के बगीचे में ये सब डर के मारे भाग गए थे. പത്രോസിന് ദേഷ്യം വന്നാൽ കൺട്രോൾ കയ്യിൽ നിന്ന് പോകുന്ന ആളാണ്. पतरस को अगर गुस्सा आता है तो हाथ से पूरा नियंत्रण निकल जाता है. പുള്ളി കടലിന്റെ മേളിൽ കൂടെ നടക്കും. ये समुद्र के ऊपर से चलता है. ഭയങ്കര വിശ്വാസമാ. बहुत भयंकर विश्वास है. എന്നാൽ എപ്പോഴായി വിശ്വാസം പോകുന്നതെന്നും പറയാൻ लेकिन പറ്റില്ല. कब ये विश्वास चला जाता है पता भी नहीं चलता है. ദേഷ്യം വന്നാ പുള്ളി വാളെടുത്ത് വെട്ടും. गुस्सा आता है तलवार निकाल के काटता है. അങ്ങനെ ഒരു പടയാളിയുടെ കഴുത്തെ വെട്ടി. ऐसे एक सेना वाले के सैनिक के कान को काटा था. നോ കഴുത്തെ വെട്ടി. उसके गर्दन पे काटा था. പുള്ളി ഒഴിഞ്ഞപ്പോ ചെവിയെ കൊണ്ടതാ. वो जब हटाया अपना सर तो गलती से कान पे लगा था. ആരും ചെവി വെട്ടാൻ നിന്ന് കൊടുക്കത്തില്ല. कोई भी कान काटने के लिए खड़ा नहीं होके देता है. ആരും ചെവി വെട്ടാൻ നിന്ന് कोई കൊടുക്കത്തില്ല. कान काटने के लिए ऐसे खड़ा नहीं होके देता है. കഴുത്തിന് വെട്ടിയത് പുള്ളി ഒഴിഞ്ഞപ്പോ ചെവിയെ കൊണ്ടതാ. गर्दन पे काटने वाला था वो ऐसे हुआ तक कान पे लगा था. പക്ഷേ ഈ നാളെ വേണേ പുള്ളി കടലിന്റെ മേളിൽ കൂടെ നടക്കും. लेकिन कल अगर चाहे तो ये समुद्र के ऊपर से चल भी सकता है. അവരൊത്തിരി അത്ഭുതങ്ങൾ കണ്ടു. उन्होंने बहुत सारे अद्भुतों को देखा. അവരൊത്തിരി മിറക്കിളുകൾക്ക് സാക്ഷിയായി. उन्होंने बहुत से चमत्कारों के गवाह बने हैं. അവർക്ക് നേരിട്ട് ഓർഡിനേഷൻ ലഭിച്ചു. उनको बिल्कुल सीधा सीधा नियुक्ति मिला है. പക്ഷേ लेकिन അവരുടെ വ്യക്തിപരമായ ദേഷ്യത്തിനോ സ്വഭാവത്തിനോ വിശ്വാസ ജീവിതത്തിനോ ഒന്നും ഒരു മാറ്റവും വന്നില്ല. लेकिन उनके व्यक्तिगत क्रोध को, उनके जीवन को, स्वभाव को, मसीह जीवन को कोई भी परिवर्तन नहीं आया. എന്നാൽ അവരോട് യേശു പറഞ്ഞു, लेकिन उनसे यीशु ने कहा, അവരോട് യേശു പറഞ്ഞു, उनसे यीशु ने कहा, നിങ്ങളെ മാറ്റാൻ, आपको बदलने के लिए, നിങ്ങളെ രൂപാന്തരപ്പെടുത്താൻ, आपको परिवर्तित करने के लिए, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്താൻ आपको सारी सच्चाई में चलाने के लिए ഒരുവൻ നിങ്ങളിലേക്ക് വരും. एक आपके अंदर आ रहा है.
ഒരുവൻ നിങ്ങളിലേക്ക് വരും. एक आपके अंदर आ रहा है, നിങ്ങൾ അവനെ സ്വീകരിക്കണം. आप उसको स्वीकार करें. നിങ്ങൾക്കറിയാമോ, പത്രോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ വാക്കിന് പോലും വിലയില്ലായിരുന്നു. आपको पता है पतरस नाम के व्यक्ति के उसके बोली में भी कोई कीमत नहीं था. യേശുവിന്റെ കൂടെ മരിച്ചു കളയുമെന്ന് പറഞ്ഞവനാണ് യേശുവിനെ തള്ളി പറഞ്ഞ് ആണയിട്ട് പ്രാഗിയത്. यीशु के साथ मरने के लिए तैयार हो बोलने वाला यीशु को श्राप देके यीशु को इनकार किया था. എന്നാൽ ഈ പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മ വന്നപ്പോൾ, लेकिन इसी पतरस के ऊपर जब पवित्र आत्मा आया, വാക്കിന് പോലും വിലയില്ലാത്തവന്റെ നിഴലിന് പോലും വിലയുണ്ടായി. जिसके शब्दों में कोई कीमत नहीं था, उसकी परछाई में भी कीमत आ गई. അവന്റെ നിഴലെങ്കിലും വീഴുവാൻ രോഗികളെ കൊണ്ട് കിടത്തി. उसकी परछाई भी पड़ने के लिए बीमारों को लेटाते थे. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരട്ടെ. पवित्र आत्मा आपके ऊपर आने पाए. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളിൽ പ്രാരംഭമായി എന്ത് സംഭവിക്കുന്നു? जब परमेश्वर की आत्मा आप में आता है तो शुरुआत में क्या होता है? The Holy Spirit will give you the new life for वो you. पवित्र आत्मा आपको एक नया जीवन देता है. New life, नया जीवन, new character, नया स्वभाव, new lifestyle, नया जीवन शैली, new prayer life. नया प्रार्थना जीवन. The Spirit of the Lord will refresh your life. प्रभु की आत्मा आपके जीवन को ताजा करता है. That's why the Bible says, where there the Holy Spirit, there is liberty, there is freedom. इसलिए प्रभु की आत्मा कहता है, प्रभु का वचन कहता है, जहाँ पे प्रभु की आत्मा है वहाँ स्वतंत्रता है, वहाँ आजादी है. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ തീത്തോസ് പറയുകയാണ്. तीतुस की पत्री उसके 3 अध्याय में तीतुस से कहा जाता है. അതിന്റെ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട്. 3 अध्याय के 7वें आयत में लिखा है, जिससे हम उसके अनुग्रह से धर्मी ठहरकर अनंत जीवन की आशा के अनुसार. ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയുണ്ടായിരുന്ന അസൂയയിൽ കാലം കഴിച്ച ദേഷ്യതരായിരുന്ന അന്യോന്യം പകച്ചിരുന്ന നമ്മളിൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിനാൽ നവീകരണമുണ്ടായി. हम मूर्खता के विवादों में, वंशावलियों के विरोध में, झगड़ों में और ऐसी निष्फल बातों में फंसे हुए थे, लेकिन हमारे अंदर एक नया हुआ, कुछ नवीकरण हुआ. Who is the revivalist? कौन है जो बेधारी जनक है? Who is the revivalist? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ, परमेश्वर की पवित्र आत्मा जब हमारे अंदर आता है, ബൈബിൾ പറയുന്നു നമ്മിൽ നവീകരണം ഉണ്ടാകുന്നു. बाइबल कहता है हमारे अंदर नवीकरण होता है. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ प्रेरित पौलुस കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ, जब कुरिन्थियों की कलीसिया के लिए पत्री लिख रहे थे, 2 കൊരിന്ത്യർ 13-ന്റെ 14-ാമത്തെ വാക്യത്തിൽ, दूसरा कुरिन्थियों के 13वें अध्याय का 14वां आयत, Paul says, may the grace of the Lord Jesus Christ and love of God and the fellowship of the Holy Spirit be with you all. वहाँ पे पौलुस कहता है, प्रभु यीशु मसीह का अनुग्रह और परमेश्वर का प्रेम और पवित्र आत्मा की सहभागिता तुम सबके साथ होती रहे. ഈ പൗലോസ് ലേഖനങ്ങളെല്ലാം അവസാനിപ്പിക്കുമ്പോൾ ये पौलुस जब भी अपने पत्रियों को समाप्त करता है, പല ലേഖനങ്ങളും ഇത് പറഞ്ഞിട്ടേ നിർത്തത്തുള്ളൂ. कई पत्रों में यही बोलकर समाप्त करते हैं. ഇങ്ങനെയാണ് പറയുന്നത്, ऐसे कहते हैं, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും परमेश्वर यीशु मसीह का अनुग्रह പിതാവായ ദൈവത്തിന്റെ സ്നേഹവും और पिता परमेश्वर का प्रेम പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും और पवित्र आत्मा की सहभागिता നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. हमारे साथ बनी रहे. അതാണ് അതിന്റെ കറക്റ്റ് റൂട്ട്. यही है इसका सही रास्ता. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വചനം അതാണ്. हमें सबसे पसंदीदा वचन यही है. നമ്മൾ പലപ്പോഴും ഈ വചനം പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ മീറ്റിംഗുകൾ നിർത്താൻ വേണ്ടിയാണ്. हम में से कई लोग इस वचन को बोलते हैं हमारे प्रार्थना सभा को समाप्त करते समय, പക്ഷെ പൗലോസ് ഇത് എഴുതിയത് നമുക്ക് പ്രാർത്ഥനാ മീറ്റിംഗ് നിർത്താനല്ല. लेकिन पौलुस ने ये लिखा हमारे मीटिंगों को समाप्त करने के लिए नहीं. വെളിപ്പാടിന്റെ ആധിക്യത്താൽ ആത്മാവിനാൽ പൗലോസ് ലേഖനങ്ങൾ എഴുതി വരുമ്പോൾ എല്ലാ ലേഖനങ്ങളും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന്റെ പുറകിൽ വലിയൊരു ആത്മീക മർമ്മമുണ്ട്. जब प्रकाशनों से भरपूर होकर पवित्र आत्मा के द्वारा जब सारे पत्रियों को पौलुस लिखता है, तो इसी आयत के साथ समाप्त करने के पीछे एक बड़ा भेद है. ആദ്യം പൗലോസ് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ സ്നേഹമെന്നല്ല. पहले पौलुस ये नहीं बोल रहा है कि पिता परमेश्वर का प्रेम, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും प्रभु यीशु मसीह का अनुग्रह, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും पिता परमेश्वर का प्रेम പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. और पवित्र आत्मा की सहभागिता. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാണ്
ആ വലിയ കൃപയാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് വന്നതിന്റെ കാരണം. प्रभु यीशु मसीह का अनुग्रह, वो बड़ा अनुग्रह के कारण ही वो पिता परमेश्वर का प्रेम हमारे अंदर आया. ആ കൃപയാലാണ്, യേശുവിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെട്ടത്. उसी अनुग्रह से, यीशु मसीह के अनुग्रह से हमने उद्धार पाया है. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ അപ്പന്റെ സ്നേഹം കിട്ടാത്തവർ, അമ്മയുടെ സ്നേഹം കിട്ടാത്തവർ, സഹോദരങ്ങളുടെ സ്നേഹം കിട്ടാത്തവർ, ആമീൻ, നിങ്ങൾ പ്രിയപ്പെട്ട ചിലരുടെ സ്നേഹങ്ങൾ കിട്ടാത്തവർ, എവിടെങ്കിലുമൊക്കെ സ്നേഹങ്ങൾ നഷ്ടപ്പെട്ട് റിജക്ഷനുകൾ അനുഭവിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, അപ്പനിൽ നിന്ന് നഷ്ടപ്പെട്ട സ്നേഹം, അമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്നേഹം, കുടുംബക്കാരിൽ നിന്ന് നഷ്ടപ്പെട്ട സ്നേഹം, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ സ്നേഹങ്ങളും നിങ്ങളുടെ അകത്ത് നിറയ്ക്കുവാൻ കഴിയുന്ന സ്നേഹമാണ് പിതാവായ ദൈവത്തിന്റെ സ്നേഹം. आज यहाँ पे आपको अगर अपने पिता से प्रेम नहीं मिला, अपने माता से प्रेम नहीं मिला, अपने भाई बंधु से प्रेम नहीं मिला, आपको प्रिय लोगों से आपको प्रेम नहीं मिला, आपको तिरस्कार किया गया, तो आपके अंदर जहाँ पे प्रेम नहीं है, उस खाली जगह को भरने लायक प्रेम है वो पिता परमेश्वर का प्रेम. ആ സ്നേഹത്താൽ അവൻ നിങ്ങളെ നിറയ്ക്കുകയാണ്. उस प्रेम से वो आपको भरता है. ഇത് രണ്ടും സൗജന്യമാണ്. ये दोनों मुफ्त है. ഇത് രണ്ടും സൗജന്യമാണ്. ये दोनों मुफ्त है. യേശുവിന്റെ കൃപ സൗജന്യമാണ്. यीशु का अनुग्रह मुफ्त में मिलता है. His grace is gift, उसका अनुग्रह एक वरदान है, but that gift is not cheap. लेकिन वो वरदान बिल्कुल मामूली नहीं है. That is very valuable gift. वो बहुत ही कीमती वरदान है. That is very valuable gift. वो बहुत ही कीमती वरदान है. ആ കൃപയാണ് ദൈവ സ്നേഹം കൊണ്ട് നിങ്ങളെ നിറച്ചത്. वो अनुग्रह ने आपको पिता परमेश्वर के प्रेम से भरा है. എന്നാൽ മൂന്നാമത്തെ വിഷയം, लेकिन तीसरा विषय, പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മ. पवित्र आत्मा की सहभागिता. അത് ഗിഫ്റ്റ് അല്ല, वो एक वरदान नहीं है, അത് വെറുതെ വരത്തില്ല. वो ऐसे ही नहीं मिलता है, That is your part. वो आपका हिस्सा है. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണോ? आपका जीवन क्या आशीषित होना है? നിങ്ങൾക്ക് വിശുദ്ധിയോടെ ജീവിക്കണോ? क्या आपको पवित्रताई के साथ जीवन बिताना है? നിങ്ങൾക്ക് ദൈവകൃപയിൽ നിൽക്കണോ? आपको प्रभु के अनुग्रह में रहना है? നിങ്ങൾക്കൊരു പ്രാർത്ഥനാ മനുഷ്യനാകണോ? आपको एक प्रार्थना मनुष्य बनना है? നിങ്ങൾക്ക് സ്വർഗത്തിലെത്തണോ? आपको स्वर्ग में पहुंचना है? നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ വേണം. आपको पवित्र आत्मा के साथ की सहभागिता चाहिए. The communication, the communion with the Holy Spirit. पवित्र आत्मा के साथ का संवाद और पवित्र आत्मा के साथ की सहभागिता, ആ ഫെലോഷിപ്പ് ഉണ്ടാകണം. वो संगति होने पाए. ഞാൻ കേരളത്തിലും ബഹുമാനനായ ദൈവദാസൻ നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ചാണ്ടി പാസ്റ്റർ ഡൽഹിയിലും ഇരുന്നാൽ ഞങ്ങൾക്ക് തമ്മിൽ ഫെലോഷിപ്പ് ഉണ്ടാകത്തില്ല. अगर मैं केरल में रहूंगा और आपके आदरणीय पास्टर जो आपके आत्मिक पिता है पास्टर चांडी वर्गीस अगर दिल्ली में रहेंगे तो हमारे बीच में वो संबंध नहीं रहेगा. ഫെലോഷിപ്പ് ആകണമെങ്കിൽ अगर सहभागिता होना है ഞാൻ ആ ദൈവ മനുഷ്യനോട് സംസാരിക്കണം. तो मुझे उस प्रभु के दास के साथ बात करना है. ആ ദൈവ മനുഷ്യൻ എന്നോട് സംസാരിക്കുന്നത് ഞാനും കേൾക്കണം. और प्रभु का दास मुझसे बात करते हुए मुझे भी सुनाई देना है. അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റങ്ങൾ നടക്കണം. इधर उधर लेन देन होना है. ഒന്നിച്ചിരിക്കണം. एक साथ बैठना है. അവിടെയാ ഫെലോഷിപ്പ് ആകുന്നത്. वहां पे संगति होता है. ഇന്നത്തെ സഭകൾക്ക് സംഭവിച്ചത് എന്നാണെന്നറിയാമോ? आज के कलीसियाओं को क्या हुआ है पता है? നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ജയകരമാകാത്തതിന്റെ കാരണം അറിയുമോ? आप में से कई लोग का मसीही जीवन जयवंत नहीं होता, उसका कारण क्या है पता है? എന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? आप क्या मुझे ध्यान दे रहे हैं? നിങ്ങൾക്ക് സൗഖ്യം കിട്ടി, आपको चंगाई मिला, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസത്തിൽ നിലനിൽക്കാൻ പറ്റിയില്ല. लेकिन आप विश्वास में स्थिर नहीं रह पाए. നിങ്ങൾ യേശുവിനെ അറിഞ്ഞു, आपने यीशु को जाना, പക്ഷെ ബൈബിൾ പറയുന്നത് പോലൊന്നും നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. लेकिन बाइबल जैसे कहता है वैसे आप जी नहीं पा रहे हैं. അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? उसका कारण क्या है पता है? ഈ വചനത്തിന്റെ പിറകിൽ ചലിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. इस वचन के पीछे काम करने वाला पवित्र आत्मा है. ഞാൻ ഇങ്ങനെ പറയാം, मैं ऐसे कहता हूँ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുള്ളൂ. पवित्र आत्मा अगर आपके अंदर नहीं है तो आपको दो ही बातें नष्ट होंगी. പറഞ്ഞേ, രണ്ട് കാര്യങ്ങളെ നഷ്ടപ്പെടുത്തുള്ളൂ. बोलो, दो ही बातें नष्ट होंगी. ഒന്ന്, एक, നിങ്ങൾക്ക് യേശുവിനെ നഷ്ടപ്പെടും. आप यीशु को नष्ट कर देंगे. രണ്ട്, दूसरा, നിങ്ങൾക്ക് സ്വർഗം നഷ്ടപ്പെടും. आप स्वर्ग को खो देंगे. പരിശുദ്ധാത്മാവ് ഈ രണ്ട് കാര്യങ്ങളെയാണ് ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. पवित्र आत्मा ये दो बातों को पृथ्वी पर प्रतिनिधि करता है. Number one is representing in Jesus. एक वो यीशु मसीह का प्रतिनिधि है. Number
Number 2, he is representing in heaven. दूसरा वो स्वर्ग का प्रतिनिधि है. Hallelujah. हालेलुया. Hallelujah. हालेलुया. സ്വർഗത്തിൽ നിന്ന് വന്ന ആത്മാവ് നിങ്ങളിൽ വസിക്കുമ്പോഴാണ് സ്വർഗം നിങ്ങൾക്ക് റിയൽ ആകുന്നത്. स्वर्ग से आया हुआ आत्मा जब आप में वास करता है तो स्वर्ग आपके लिए असलियत बन जाता है. ഞാനൊരു ട്രഡീഷണൽ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ആളാണ്. मैं एक पारंपरिक मसीही परिवार में जन्मा हुआ व्यक्ति हूँ. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ദൈവത്തോട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. हमारे परिवार में किसी का परमेश्वर के साथ कोई रिश्ता नहीं था. ചുമ്മാ പള്ളിയിൽ പോവുമായിരുന്നു. ऐसे ही हम लोग कलीसिया में जाते थे. പലരും മദ്യപിച്ചും ലോക വഴികളിലും ജീവിച്ചിരുന്നു. कई लोग शराब पीते थे, शराब में और संसारिक तरीकों से जीते थे. പക്ഷേ ഞാൻ പള്ളിയിൽ പോകുമ്പോൾ लेकिन जब मैं कलीसिया में जाता था അവിടെ പുസ്തകങ്ങളിൽ പടങ്ങൾ കാണും. वहाँ पे पुस्तकों में चित्रों को देखता था. യേശു ഭൂതഗ്രസ്തന്റെ ഭൂതത്തെ പുറത്താക്കും. यीशु दुष्टात्मा ग्रसित लोगों के दुष्टात्मा को निकाल रहा है. യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കും. यीशु बीमारों को चंगा कर रहा है. ക്രയോൺസ് ഒക്കെ എടുത്തു വെച്ച് ഞാൻ അതിൽ പെയിന്റ് ചെയ്യും. क्रेयॉन्स लेके मैं उसमें रंग भरता था എന്നിട്ട് ആ പ്രസംഗങ്ങളൊക്കെ കേൾക്കും. और फिर मैं उस प्रचार को सुनता था. എല്ലാം കഥ പോലെ കേൾക്കും. सब कुछ एक कहानी के समान सुनता था. എന്നാൽ എന്റെ 17ാമത്തെ വയസ്സിൽ लेकिन मेरे 17वें साल में പരിശുദ്ധാത്മാവ് എന്റെ മേളിൽ വന്നു. पवित्र आत्मा मेरे ऊपर आया. പരിശുദ്ധാത്മാവ് എന്റെ മേളിൽ വന്നപ്പോ जब पवित्र आत्मा मेरे ऊपर आया, ഇപ്പം ഭൂതഗ്രസ്തൻ അവന്റെ ഭൂതം വിട്ടുപോകുന്നതിന്റെ ക്രയോൺ കൊണ്ട് പെയിന്റ് അടിക്കുവല്ല, अब दुष्टात्मा ग्रसित का दुष्टात्मा जाने वाला चित्र में मैं रंग नहीं भरता हूँ, പ്രസംഗം കേട്ടോണ്ടിരിക്കുവല്ല, प्रचार नहीं सुन के बैठता हूँ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകാൻ मैं प्रार्थना करता हूँ तो दुष्टात्मा ग्रसित दुष्टात्मा निकल कर चला जाता है. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം റിയൽ ആകണമെങ്കിൽ, आपकी मसीही जीवन अगर असलियत बनना है റിയൽ ഹോളി സ്പിരിറ്റ് നിങ്ങളിൽ വരണം. तो असली पवित्र आत्मा आप में आना है. നിങ്ങൾക്ക് ക്യാരക്ടർ ചേഞ്ച് ഉണ്ടാകണമെങ്കിൽ, आपके अंदर अगर एक स्वभाव में परिवर्तन आना है പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾക്ക് കൂട്ടായ്മ വേണം. तो पवित्र आत्मा के साथ आपकी एक सहभागिता चाहिए. ദൈവം ഉപയോഗിക്കുന്ന ഒത്തിരി ജനറൽസ്മാരെ, ഒത്തിരി അഭിഷിക്തന്മാരെ കാണുവാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. परमेश्वर इस्तेमाल करने वाले बहुत से सेनापति लोगों को, प्रभु के दास लोगों को मैं मिलने का एक मौका मुझे प्रभु ने दिया है. മിനിസ്ട്രി സക്സസ് എന്ന് പറയുന്നത് അവർക്കെല്ലാം പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മയുണ്ട്. उनकी सेवकाई की सफलता मतलब उनके पवित्र आत्मा के साथ एक सहभागिता है. അവർക്കെല്ലാം പരിശുദ്ധാത്മാവുമായി വ്യക്തിപരമായി ബന്ധമുണ്ട്. उन सबका पवित्र आत्मा के साथ एक व्यक्तिगत रिश्ता है. അവർ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നവരാണ്. वे पवित्र आत्मा से बात करने वाले लोग हैं. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ക്ഷണിക്കുമോ? आप पवित्र आत्मा को निमंत्रण करेंगे പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും. तो पवित्र आत्मा आपके अंदर आएगा. പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സംസാരിക്കുമോ? आप पवित्र आत्मा से बातें करेंगे പരിശുദ്ധാത്മാവ് നിങ്ങളോട് तो സംസാരിക്കും. पवित्र आत्मा आपसे भी बातें करेगा. Definitely will happen. ये बिल्कुल पूरा होगा. ദൈവം ഉപയോഗിച്ച സകല അഭിഷിക്തന്മാർക്കും ക്രിസ്തീയ ജീവിതം സക്സസ് ആയ മുഴുവൻ ആൾക്കാർക്കും പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മയുണ്ടായിരുന്നു. प्रभु के इस्तेमाल किए हुए सारे प्रभु के दास और जिनका भी मसीह जीवन सफल हुआ है, उन सब के पीछे एक ही राज है, पवित्र आत्मा के साथ उनका एक रिश्ता था. അവരുടെ കണ്ണും ചെവിയും അവയവങ്ങളും എല്ലാം പരിശുദ്ധാത്മാവിൽ സമർപ്പിതമായിരുന്നു. उनके आंख, कान और शरीर के अंग सब पवित्र आत्मा को समर्पित था. അവർ ജഡത്തെ അനുസരിച്ച് നടന്നവരല്ല, അവർ ആത്മാവിൽ वे നടന്നവരായിരുന്നു. शरीर के अनुसार चलने वाले नहीं, वे आत्मा के अनुसार चलने वाले हैं. നിങ്ങളുടെ ജീവിതത്തിൽ അതുണ്ടെങ്കിൽ आपके जीवन में अगर ये है, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ജയകരമാകും. आपका मसीही जीवन जयवंत होगा. മറ്റൊന്നിലും ഒരു കൊതിയില്ലാതെ किसी और बात में आपका ध्यान नहीं है. ഈ പട്ടണത്തിൽ, इस शहर में, ഈ ദേശത്തിൽ इस देश में പരിശുദ്ധാത്മാവിനായി കൊതിക്കുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ. पवित्र आत्मा के लिए लालच रखने वाली एक पीढ़ी होने पाए. പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ. पवित्र आत्मा की इच्छा रखने वाली एक पीढ़ी होने पाए. അത് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? कितने लोग ऐसी इच्छा रखते हैं? യേശു പറയുന്നു, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. यीशु कहता है जो प्यासा है वो मुझसे आकर पिए. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി जो ഒഴുകും. मुझ पर विश्वास करता है, जैसे पवित्र शास्त्र में लिखा है, जीवन जल की नदियां बह निकलेंगी. പരിശുദ്ധാത്മാവേ, पवित्र आत्मा എന്നെ നിറയ്ക്കണമേ, मुझे भर दीजिए, എന്നിലേക്ക് വരണമേ, मेरे अंदर आइए, എന്നെ നയിക്കണമേ. मुझे अगुवाई करे. ബൈബിൾ പറയുന്നു, बाइबल कहता है ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവനെന്ന് പറയുന്നില്ല. जो प्रभु की आत्मा के द्वारा बातें करता है वो कभी भी यीशु श्रापित है नहीं कहता है. പരിശുദ്ധാത്മാവിലൂടെ അല്ലാതെ पवित्र आत्मा के बिना യേശുവിനെ കർത്താവെന്ന് പറയാൻ ആർക്കും कोई കഴിയില്ല. भी यीशु मसीह को प्रभु अंगीकार नहीं कर सकता है. നിങ്ങൾക്ക് ഇതുവരെ യേശുവിനെ ലഭിച്ചിട്ടില്ലയോ? अगर आपको अभी तक यीशु प्राप्त नहीं हुए ഇന്ന് പരിശുദ്ധാത്മാവ് യേശുവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. तो पवित्र आत्मा यीशु को आपके ऊपर प्रकट करता है. മറിയയുടെ ഉദരത്തിൽ मरियम के गर्भ में യേശുവിന് ജനിക്കാൻ यीशु को जन्म लेने ദൂതൻ എന്താ പറഞ്ഞെന്നറിയോ? स्वर्गदूत ने क्या कहा पता है? അത്യുന്നതന്റെ ശക്തി
सर्वशक्तिमान का सामर्थ നിന്റെ മേൽ നിഴലിടും. आपके ऊपर छाया करेगा। പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. पवित्र आत्मा तुम पर आएगा। പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാതെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാതെ നിന്റെ ഉദരത്തിൽ യേശു ജനിക്കുകയില്ല. पवित्र आत्मा आपके ऊपर आए बिना आपके गर्भ में यीशु का जन्म नहीं हो सकता है। പരിശുദ്ധാത്മാവ് നിന്നെ തൊടാതെ നിനക്ക് യേശുവിനെ വെളിപ്പെട്ട് കിട്ടുകയില്ല. पवित्र आत्मा आपको स्पर्श किए बिना आपको यीशु मसीह प्रकट नहीं हो सकते। My precious Holy Spirit. ओ मेरे बहुमूल्य पवित्र आत्मा। My precious Holy Ghost. ओ मेरे बहुमूल्य पवित्र आत्मा। ക്രൂശിക്കപ്പെട്ട കർത്താവിനെ, क्रूसित प्रभु को, ക്രൂശിൽ മരിച്ച യേശുവിനെ क्रूसित पर मरे यीशु को ചിലർക്ക് വെളിപ്പെട്ട് കിട്ടട്ടെ. आज दिन के समय कुछ लोगों को प्रकट होने पर അവർക്ക് അവരുടെ രക്ഷകനെ അവർ തിരിച്ചറിയട്ടെ. वो अपने उद्धारकर्ता को पहचानने पर മറ്റൊരുത്തനിലും രക്ഷയില്ല. किसी और में उद्धार नहीं, നാം രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമവുമില്ല. उद्धार पाने के लिए और कोई नाम नहीं।